Hello friends, welcome back to Bilingual Tutorial. Today we are discussing some idiomatic expressions. See, idiomatic languages, under that module we have some lessons discussing some idioms. And first lesson it is chapter 52, animal expressions. And in text it is page number 131. See, the writer has narrated this lesson in a beautiful way. വളരെ മനോഹരമായിട്ടാണ് ഈ ലെസൺ എഴുതിയിരിക്കുന്നത്. He started with correcting one of the writing by his student, and later when he comes to the writing about Shakespeare, he has used some more expressions to say something more about Shakespeare. And now I'm not trying to explain the story he has narrated here. Instead, I am moving directly to the expressions he has used. I'll give you that idioms and its meaning. And how you can use that idioms you can see from the text. Okay, let's continue with this lesson. And in the introductory section he has used one expression. It is to rain cats and dogs. To rain cats and dogs, its meaning we can imagine actually it is to rain heavily. Then another expression used in the introductory part, it is pride of place. Pride of place means a predominant place or a predominant position. See, we know some famous people who are known by their place name. ഒരു സ്ഥലത്തിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തരായ വ്യക്തികളെ നമുക്കറിയാം. And that person is the pride of that place. സുരാജ് വെഞ്ഞാറൻമൂട്. ആ വെഞ്ഞാറൻമൂട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഫെയിം കൊടുക്കുന്നത് സുരാജാണ്. സോ ലൈക്ക്വൈസ് ആ പ്ലേസിൻ്റെ പ്രൈഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹാവിങ് എ predominant പൊസിഷൻ. ഓക്കെ, എക്സാമ്പിൾ ദ റൈറ്റർ ഹാസ് യൂസ്ഡ് ഇറ്റ് ഇസ് ഹാംലെറ്റ് എൻജോയ്സ് പ്രൈഡ് ഓഫ് പ്ലേസ് അമംഗ് ഷേക്സ്പിയേഴ്സ് പ്ലേ. ഹാംലെറ്റ് എന്നുള്ള വർക്ക് അല്ലെങ്കിൽ ഹാംലെറ്റ് എന്നുള്ള പ്ലേ ആണ് ദ predominant പ്ലേ റിട്ടൺ ബൈ ഷേക്സ്പിയർ. പ്രീഡോമിനൻറ്റ് പൊസിഷൻ കിട്ടുന്ന ആ ഒരു പ്ലേ, ഏറ്റവും നല്ല പ്ലേ എന്നറിയപ്പെടുന്നത് ഷേക്സ്പിയറിൻ്റെ ഏറ്റവും നല്ല പ്ലേ എന്നറിയപ്പെടുന്നത് ഹാംലെറ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്സ് മീനിങ്. ദെൻ നെക്സ്റ്റ് യൂസേജ് ഹി ഹാസ് യൂസ്ഡ് ഇറ്റ് ഇസ് സ്വാൻ സോങ്. ആക്ച്വലി സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് സോങ്. ഒരു റൈറ്ററെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു റൈറ്ററിൻ്റെ അന്തിമ ഗാനമെന്നോ അന്തിമ കാവ്യമെന്നോ ഏറ്റവും ലാസ്റ്റത്തെ വർക്ക് നോക്ക് നമുക്ക് പറയാം സ്വാൻ സോങ്. ആൻഡ് ദ എക്സാമ്പിൾ ഹി ഹാസ് യൂസ്ഡ് ഇറ്റ് ഇസ് The Tempest is traditionally considered Shakespeare's swan song. The Tempest എന്ന് പറയുന്ന വർക്ക് ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വർക്കാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ട്രഡീഷണലി നോൺ ആസ് സ്വാൻ സോങ്. സ്വാൻ സോങ് എന്നറിയപ്പെടുന്ന സോങ്ങിൻ്റെ മീനിങ് അന്തിമ ഗാനം എന്ന് തന്നെയാണ്. ഒരു റൈറ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ വർക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ നെക്സ്റ്റ് വൺ ഹി ഹാസ് യൂസ്ഡ് ഇറ്റ് ഈസ് എ ബീ ഇൻ ഹിസ് ബോണറ്റ്. എ ബീ ഇൻ ഹിസ് ബോണറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീ എന്ന് പറയുന്ന ആ പ്രാണികൾ ഫുൾ ടൈം ബസിങ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. സോ എ ബീ ഇൻ ഹിസ് ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഒബ്സസ്ഡ് വിത്ത് സംതിങ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ് കോൺസ്റ്റൻ്റ്ലി, ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഓൾവേസ് ഗെറ്റിംഗ് ഇൻസൾട്ടഡ് ഓർ അറ്റാക്ഡ് ഓർ അഫക്റ്റഡ് ബൈ സം ഇൻസിഡൻറ്റ് ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഒരു ഐഡിയയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ്, അത് നിങ്ങളെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബീ ഇൻ ഹിസ് ബോണറ്റ്. ഓക്കെ, ആൻഡ് ദ എക്സാമ്പിൾ ഷേക്സ്പിയർ വാസ് എൻ ആംബിഷ്യസ് മാൻ ആൻഡ് ടു വിൻ ഫെയിം ആസ് എ ഡ്രമാറ്റിസ്റ്റ് വാസ് എ ബീ ഇൻ ഹിസ് ബോണറ്റ്. ഹിയർ ടു വിൻ ഫെയിം ആസ് എ ഡ്രമാറ്റിസ്റ്റ് ഇസ് ദ bee in the bonnet of Shakespeare. I think you got the meaning. Okay, then another usage he has used, it is a cat on hot bricks. A cat on hot brick means it is you are feeling nervous. Cat on hot brick, ഒരു ക്യാറ്റിനെ കൊണ്ട് ചൂടുള്ള ബ്രിക്കിൻ്റെ മുകളിൽ നിർത്തി എന്തായിരിക്കും, അത് നെർവസ് ആയി മാറും, അത് അതിൽ നിന്ന് ചാടിപ്പോരും. പോന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും ഓടി നടക്കും. സോ ഇറ്റ്സ് സെയ്സ് a cat on the hot brick means you are becoming nervous. Okay, and the example he has used here it is in the strange world of London Shakespeare felt like a cat on his brick. Okay, ഇവിടെ റൈറ്റർ യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. നെക്സ്റ്റ് യൂസേജ് ഇറ്റ് ഇസ് എ ഡോഗ് ഈറ്റ് ഡോഗ് സിറ്റുവേഷൻ. എ ഡോഗ് eat dog
സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് നമുക്കറിയാം ഡോഗ്സ് എപ്പോഴും അവരുടെ വാല് ബൈറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും അല്ലേ. ഡോഗ്സ് ട്രൈ ടു ബൈറ്റ് ഇറ്റ്സ് ടെയിൽ and continuously they are doing this thing and never they'll win it. And such kind of competitions, a situation which is having fierce competition, is said to be a dog eats dog situation. Okay, so the example he has used here, it is only the fittest could survive in the cities, and Shakespeare found himself in a dog eat dog situation. Okay, then next usage, it is to lead a dog's life. To lead a dog's life. We know how these dogs are living. They are such a loyal animal towards human being. And atra loyal aayittu polum how we are treating the dogs. We know they are the only animal who is faithful and loyal towards humans. But still we use this term dog to abuse people അല്ലേ. നമുക്ക് അബ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഡോഗ് എന്ന് നമ്മൾ വിളിച്ച് അബ്യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡോഗിനെ ഏറ്റവും മോശപ്പെട്ട ഒരു ആനിമലായിട്ടാണ്. ടു ലീഡ് എ ഡോഗ്സ് ലൈഫ്, ആക്ച്വലി ഇറ്റ്സ് മീനിങ് ഇസ് ടു ലീഡ് എ ലൈഫ് വിച്ച് ഇസ് ഫുൾ ഓഫ് പ്രോബ്ലംസ് ആൻഡ് അൺഫെയർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ജീവിതം മുഴുവനും പ്രശ്നങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളും ഉള്ളതാക്കി മാറുക, അതാണ് ടു ലീഡ് എ ഡോഗ്സ് ലൈഫിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂസേജ് ഇറ്റ് ഇസ് എ സ്നെയിൽസ് പേസ്. ഇത് നമുക്കറിയായിരിക്കും. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചാണ്. ഒച്ചിൻ്റെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് മീനിങ് ഇസ് വെരി സ്ലോ. ദാറ്റ്സ് എ മീനിങ്. സ്നെയിൽസ് പേസ്, ഇറ്റ്സ് മീനിങ് ഇസ് വെരി സ്ലോ. ഓക്കെ, നെക്സ്റ്റ് യൂസേജ് ഇറ്റ് ഇസ് ടു കീപ് ദ വൂഫ് ഫ്രം ദ ഡോർ. ഇറ്റ്സ് മീനിങ് ഇസ് അഷ്ടിക്ക് വകയായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. ആ മീനിങ് ആണ് ഈ യൂസേജിന് വരുന്നത്. ഇറ്റ്സ് മീനിങ് ഇസ് ഷേക്സ്പിയർ ഹാഡ് ഗോട്ട് ഇനഫ് മണി ടു അവോയ്ഡ് ഹങ്കർ. അദ്ദേഹത്തിന് വിശപ്പില്ലാതെയാക്കാൻ പാകത്തിനുള്ള വരുമാനമായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ അഷ്ടിക്ക് വകയായി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂസേജ് ഇറ്റ് ഇസ് പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്. ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്, ഇറ്റ്സ് മീനിങ് ഇസ് സ്പെൻഡ് ലാവിഷ്ലി. ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്പെൻഡ് ചെയ്യുക, അധികം കാശ് ചിലവാക്കി നമ്മൾ എൻജോയ് ചെയ്യുന്നതിനാണ് ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂസേജ് ഇറ്റ് ഈസ് പുട്ടിങ് ദ കാർട്ട് ബിഫോർ എ ഹോഴ്സ്. നമ്മൾ സാധാരണ കാർട്ട് എവിടെയാണ് വയ്ക്കുന്നത്? ഹോഴ്സിന് പുറകിലാണ് വയ്ക്കുന്നത്. ഇത് ആ ഓർഡറിലല്ല, നോർമലി നടക്കുന്ന ഓർഡറിലല്ലാതെ it is in a illogical way the things are going on. See, putting the cart before the horse means നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക എന്ന് പറയും. ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക. സാധാരണ ഇരുന്നിട്ടാണ് കാല് നീട്ടേണ്ടത്, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക. ഇല്ലോജിക്കലി ഇത് ചാടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആ യൂസേജ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചേർക്കാം, പുട്ടിങ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹി ഹാസ് യൂസ്ഡ് ഇറ്റ് ഇസ് the cow comes home. The cow comes home. ആലോചിച്ച് നോക്കുക, പണ്ടൊക്കെ നേരം വെളുക്കുമ്പോൾ കൗവിനെ അഴിച്ചു വിടും. അത് തിരിച്ച് വീട്ടിൽ കയറി വരുന്നത് ഒന്നുകിൽ പാല് കറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈവനിങ്ങിലായിരിക്കും. സോ ഒരു ലോങ് ടൈമിന് ശേഷമായിരിക്കും കൗ കംസ് ഹോം എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുക. അതേ മീനിങ് ആണ് ഇവിടെയും വരുന്നത്. ദ കൗ കംസ് ഹോം മീൻസ് ഫോർ എ ലോങ് ടൈം. ഒരു നിശ്ചിത കാലയളവിലേക്ക് അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം, കുറച്ചധികം സമയത്തേക്ക് എന്നുള്ള മീനിങ് ആണ് ദ കൗ കംസ് ഹോമിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂസേജ് ഇറ്റ് ഇസ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി ഇറ്റ് ഇസ് വൈഡ്ലി ഇൻപ്രോബബിൾ സ്റ്റോറി. അൺബിലീവബിൾ ആയിട്ടുള്ള സ്റ്റോറികൾ പറഞ്ഞു പരത്തുക. ദാറ്റ് ഈസ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കെട്ടുകഥകളെന്ന് പറയും. ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യമല്ല, വിശ്വസിക്കാനും പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് a cock and bull story. Okay, then next usage, flogging a dead horse. Flogging a dead horse ന്റെ മീനിങ് ചത്ത കുതിരയെ ചാട്ടയ്ക്കടിക്കുക. മീനിങ് മനസ്സിലായി കാണും. ചത്ത കുതിരയെ ചാട്ടയ്ക്കടിക്കുക, ദാറ്റ്സ് എ മീനിങ്. വേസ്റ്റിംഗ് അവർ എനർജി ഫോർ എ തിങ് വിച്ച് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓർ വിച്ച് ഇസ് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു ജോബ് കിട്ടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു.
ബട്ട് യു ഡോണ്ട് നോ ദാറ്റ് ഫോർ ദാറ്റ് പോസ്റ്റ് ഓൾറെഡി പോസ്റ്റിംഗ് ഹാസ് ബീൻ ഡൺ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറയാം യു ആർ ഫോർജിങ് എ ഡെഡ് ഹോഴ്സ് ബൈ വർക്കിംഗ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. ആ ജോബ് കിട്ടാൻ വേണ്ടി ഫോഗിങ് എ ഡെഡ് ഹോഴ്സ് ആണെന്ന് പറയാം. കാരണം ആ പോസ്റ്റിലേക്ക് ഓൾറെഡി ആളെ വെച്ച് കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് ടു ഗോ ദ ഹോൾ ഹോഗ്. ഇറ്റ്സ് മീനിങ് ഇസ് ഡിസൈഡഡ് ടു ഗോ ഫോർ ദ ജോബ് തറലി ആൻഡ് കംപ്ലീറ്റ്ലി. ഒരു ജോലിക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ജോബിനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന് ടു ഗോ ദ ഹോൾ ഹോഗ് എന്ന് പറയാം. കംപ്ലീറ്റ്ലി നിങ്ങൾ അതിലേക്ക് മുഴുകി ചെയ്യാൻ പോകുന്നു. സോ എനിക്ക് പറയാം I decided to go the whole hog with YouTube. Its meaning is I am going to be full-time YouTuber. Full-time ഇതിൽ വർക്ക് ചെയ്യാൻ ഞാൻ പോവുകയാണെന്നുള്ള മീനിങ്ങിൽ പറയാം to go the whole hog. Okay, then next usage it is on the horns of dilemma. On the horns of dilemma. Dilemma എന്ന് പറയുന്നത് തന്നെ അനിശ്ചിത അവസ്ഥയാണ്. സോ ഓൺ ദ ഹോൺസ് ഓഫ് ഡിലേമ എന്ന് പറഞ്ഞാൽ വി ആർ അണേബിൾ ടു ചൂസ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ്സ്. രണ്ട് കാര്യങ്ങൾ വന്നാൽ വിച്ച് വൺ വി വിൽ ചൂസ്. അങ്ങനെ ഒരു ഡിലേമയിലിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് എന്ത് ചൂസ് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത, ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുക. ദാറ്റ് ഈസ് ഓൺ ദ ഹോൺസ് ഓഫ് ഡിലേമ. സോ അനദർ യൂസേജ് ഇറ്റ് ഈസ് ആഡിങ് അനദർ ഫെദർ ടു ഹിസ് ക്യാപ്പ്. വി നോ ഇറ്റ്സ് മീനിങ് ഒരു പൊൻതൂവൽ കൂടി എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. One more additional achievement. That's the meaning of this expression. Then the next one, goose is cooked. That means make sure he would fail. നമ്മൾ ഉറപ്പാക്കുകയാണ് തോക്കും എന്നുള്ളത്. So goose is cooked. The destiny is already decided എന്ന മീനിങ് ആണ് ഇതിന് വരുന്നത്. ഓൾറെഡി തോക്കും എന്നുള്ളത് ഉറപ്പായി എന്നുള്ള മീനിങ് ആണ് goose is cooked. Okay. Then next usage, let the cats out of the bag. ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ച ക്യാറ്റ്സിനെ പുറത്തു വിട്ടു. That's its meaning. Its meaning is reveal a secret carelessly or by mistake. ഒരു സീക്രട്ടായിട്ട് വെച്ചിരുന്ന കാര്യത്തെ കെയർലെസ്ലിയോ അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കോ അറിയാതെയോ അബദ്ധത്തിലോ പുറത്തേക്ക് വിടുക, പുറത്തേക്ക് പറയുക. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് to let the cats out of the bag. Okay. The next one, to cut the cackle. To cut the cackle, its meaning is stop talking or speaking irrelevantly. ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് നിർത്തുക എന്നതാണ് മീനിങ്. ഓക്കെ, ടു കട്ട് ദ ക്യാക്കിൾ, ഇറ്റ്സ് മീനിങ് ഇസ് ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നത് നിർത്തുക. ഓക്കെ, സ്റ്റോപ്പ് ടോക്കിംഗ് ഇറെലവൻ്റ്ലി. ദെൻ നെക്സ്റ്റ് വൺ, ടേണിംഗ് ടെയിൽ. ടേണിംഗ് ടെയിൽ നമുക്കറിയാം, നമ്മൾ പറയും വാലും ചുരുട്ടിപ്പോയി എന്ന് പറയും. ഇറ്റ്സ് മീനിങ് ഇസ് റണ്ണിങ് എവേ, ഓടിപ്പോവുക എന്നത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ടേണിംഗ് ദ ടെയിൽ, വാലും ചുരുട്ടി ഓടിപ്പോയി എന്ന് വിചാരിച്ചാൽ മതി. സോ റണ്ണിങ് എവേ ഇസ് ഇറ്റ്സ് മീനിങ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് എ ഫെമിലിയർ വൺ, എവ്രി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ. എല്ലാ നായയ്ക്കും ഒരു ദിവസം ഉണ്ടാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ആസ് ദ ക്രോ ഫ്ലൈസ്. യാ, ആസ് ദ ക്രോ ഫ്ലൈസ്. ഈ ക്രോയ്ക്കൊരു പ്രത്യേകതയുണ്ട്, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും എപ്പോഴും അത് ഫ്ലൈ ചെയ്യുന്നത്. സോ മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ക്യാൻ ബി മെൻഷൻഡ് ബൈ ദിസ് യൂസേജ്, ആസ് ദ ക്രോ ഫ്ലൈസ്. ദെൻ ദ നെക്സ്റ്റ് യൂസേജ്, എ ബുൾ ഇൻ എ ചൈന ഷോപ്പ്. A bull in a china shop. Its meaning is you are rather clumsy and lack the skill and care to do some task. ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക, ഓർ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവ് നഷ്ടപ്പെടുക. അതും അല്ലെങ്കിൽ യു സീം ടു ബി ലൈക്ക് ഓക്വേർഡ്, ഒരു എന്താ പറയുക, ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യുക. സോ അങ്ങനെയുള്ള അവരെയാണ് നമ്മൾ എ ബുൾ ഇൻ എ ചൈന ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇസ് ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ. ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ, ഇറ്റ്സ് മീനിങ് ഇസ് ടു ഫേസ് ദ പ്രോബ്ലം ഡയറക്ട്ലി വിത്ത് കറേജ്. ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ, ബുള്ളിനെ എങ്ങനെ അവൻ്റെ ഹോണിൽ പിടിച്ച് തന്നെ എടുക്കുക. അതിനർത്ഥം ടു ഫേസ് ദ പ്രോബ്ലം ഡയറക്ട്ലി ആൻഡ് കറേജിയസ്ലി. കൗണ്ട് വൺസ് ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. Its meaning is, in Malayalam we used to say, അമിത ആത്മവിശ്വാസം ആപത്ത്. സോ വൺ ഷുഡ് നോട്ട് ബി ടു കോൺഫിഡൻറ്റ് എന്നതാണ് അതിൻ്റെ മീനിങ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് സംതിങ് ദ ക്യാറ്റ് ഡ്രാഗ്ഡ് ഇൻ.
something the cat dragged in. Its meaning is look dirty and untidy. Your room seemed to be something the cat dragged in. That's meaning is, see, I am simply telling it. That's meaning is look dirty and untidy. Okay, clean allade വലിച്ചു വാരി മോശപ്പെട്ട് റൂം കീപ്പ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. Don't take it seriously. Okay, next one. To make a beeline, that means go directly. To make a beeline, that means go directly. Okay, the next one. Should pull their weight. Should pull their weight. Its meaning is everybody should work as hard as everybody else. മറ്റുള്ളവരെ പോലെ കഠിന പ്രയത്നം ചെയ്യുക. മലയാളത്തിൽ നല്ലൊരു യൂസേജ് ഉണ്ട് ഇതിന്. ക്യാൻ യു ഗസ്? എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഓക്കെ, ദെൻ അനദർ വൺ. ഗോ ടു ദ ഡോഗ്സ്. Go to the dogs means fall into a very bad state. Go to the dogs means സ്ട്രീറ്റിൽ ഡോഗ്സിൻ്റെ കൂടെ പോവുക എന്നതാണ് മീനിങ്. Go to the dogs means fall into a very bad state. ഓക്കെ, വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുക. ഒന്നുകിൽ നീ പോയി നന്നാവുക, ഇല്ലെങ്കിൽ ഗോ ടു ദ ഡോഗ്സ് എന്ന് പറയുക. മീനിങ് എന്താ? പോയി നശിക്കുക എന്നത് തന്നെ. ഓക്കെ, ദെൻ വൺ മോർ. ഷെഡ് ക്രോക്കഡൈൽ ടിയർ. മുതല കണ്ണീർ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ബി എ ഡോഗ് ഇൻ ദ മാങ്കർ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണിത്. പട്ടി ഒട്ട് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ദാറ്റ്സ് ഇറ്റ്. Its meaning is someone who keeps something that they don't really want, and why they are keeping it, it is in order to prevent anything or anyone else from having it. പട്ടിയൊട്ട് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ദാറ്റ്സ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ. ആസ് ഫോർ ദ ലയൺ ഷെയർ. ഇതും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സിംഹഭാഗം. ആസ് ഫോർ ദ ലയൺ ഷെയർ. സിംഹഭാഗം മീൻസ് ദ മേജർ പോർഷൻ. ദെൻ എൻഗേജ് ഇൻ മങ്കി ബിസിനസ്. മങ്കി ബിസിനസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മീനിങ് ഇസ് സില്ലി മിസ്ചീവിയസ് ആക്ട്സ്. മങ്കികൾ എപ്പോഴും മിസ്ചീവിയസ് ആയിട്ടുള്ള കുസൃതികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ദെൻ ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് ടേൺ ടർട്ടിൽ. ടു ടേൺ ടർട്ടിൽ മീൻസ് കരണം മറിയുക എന്ന് പറയും. തലകുത്തി മറിയുന്നതിനാണ് ടേൺ ടർട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ends today's class. Hope you understood this expressions and its meaning. And you can go through the textbook and find how we can use these terms in some sentences. Sentences ഒക്കെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സെൻറ്റൻസ് വൈസ് ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So please go through the textbook. And if you need some expressions and its examples, please mention it there in comment box. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ആവശ്യമുണ്ടെങ്കിൽ. I think this is enough. Then next we'll be moving to idiomatic phrases chapter 53 in next video. Thank you for watching.